മുത്തശ്ശി എന്താ താൻ വിളിച്ചെന്ന്? എന്നെ ഇറിറ്റേറ്റ് ചെയ്താൽ ഞാൻ വിളിക്കും. ആരെയും എന്തും വിളിക്കും. എന്റെ മുത്തശ്ശിയോട് ബഹുമാനമില്ലാതെ പെരുമാറിയ നിന്നെ ഉൾക്കൊള്ളാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഗാദേ, കാര്യം എന്താണെന്ന് അറിയാതെ തല്ല എന്നെ കയ്യോ ഒങ്ങരുത്. ഞാൻ തിരിച്ചടിക്കും. അടിക്കുന്നു പറഞ്ഞ അടിച്ചിരിക്കും. എന്താ ഇത്? നന്ദേട്ടനിങ്ങി പോന്നേ. എന്താ മോള് നീ കാണിക്കുന്നേ? അവള് കാണിക്കട്ടെ സുമിത്രേ. ഇത്രയും കാലം ഇവള് കാണിച്ച അഹങ്കാരമൊക്കെ ഞങ്ങള് ചൂണ്ടിക്കാണിച്ചു തന്നപ്പോഴേ നിർമ്മലയും നിർമ്മലയുടെ ഭർത്താവും മോളും ആണ് കുഴപ്പക്കാരെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അവള് കാണിക്കട്ടെ. അവള് കൈമടക്കി നിങ്ങളുടെ മുഖത്തടിക്കട്ടെ. നിങ്ങളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പട്ടെ. അപ്പോഴൊക്കെ നിങ്ങൾ പഠിക്കുള്ളൂ. വേറെ കുടുംബത്തിലായിരുന്നെങ്കിലേ അമ്മയുടെ ദേഹത്ത് കൈവച്ച അവള് പിന്നെ ഈ വീട്ടിലുണ്ടാവില്ലായിരുന്നു. എന്തിനാണ് ഇങ്ങനെ നാണം കണ്ട് ജീവിക്കുന്നത്? പുറത്തിറങ്ങ. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാനാ പറഞ്ഞ? അത് നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നേ. എന്റെ ഭർത്താവല്ലേ? ശരി, നിന്റെ ഭർത്താവ് തീരുമാനിക്കട്ടെ. അവനെ ഞാൻ വിളിക്കാം. മാറ് നവീൻ, നമുക്ക് ഈ വീട് ശരിയാവില്ല. നമുക്ക് വേറെ എവിടെയെങ്കിലും മാറി താമസിക്കാം. ഏതെങ്കിലും ഫ്ലാറ്റ് മതി. കാര്യം എന്താന്ന് പറ. എല്ലാവർക്കും എന്നോട് പകയാ. അച്ഛനും മുത്തശ്ശിക്ക് പോലും. മുത്തശ്ശിക്ക് എന്താ പറ്റിയേ? മുത്തശ്ശിക്ക് എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിച്ചത്. അത് നീ നിന്റെ ഭാര്യയോട് തന്നെ ചോദിച്ചു നോക്ക്. ദേ, അമ്മയുടെ നെറ്റി പൊട്ടി ചോര വന്നത് കണ്ടോ? തള്ളി താഴെയിട്ടതാ ഇവള്. അതുകൊണ്ട് അവസാനിച്ച നിന്റെ അച്ഛൻ ഇവളുടെ തല്ല് കൊള്ളാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം. അളിയന്റെ നേരെ കൈയോങ്ങിയിട്ടാണ് ഇവളീ കല്ല് പോലെ നിൽക്കുന്നത്. നവീനെ, ഇതിനെ സഹിക്കാൻ പാടാ മോനെ. ഗദ, എന്താ ഇതൊക്കെ? നവീൻ, ഇവര് പറയുന്നത് പോലെയൊന്നല്ല. കീർത്തി എന്റെ തൊട്ടടുത്ത് നിൽക്കായിരുന്നു. ഞാൻ മര്യാദയ്ക്ക് സന്ധ്യാദീപം കൊളുത്താൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പതേ ഈ പരട്ട കിളവി വന്ന് എന്നെ ഇറിറ്റേറ്റ് ചെയ്തതാ. എന്താ താൻ വിളിച്ചേ? മുത്തശ്ശി എന്താ താൻ വിളിച്ചെന്ന്? എന്നെ ഇറിറ്റേറ്റ് ചെയ്താൽ ഞാൻ വിളിക്കും. ആരെയും എന്തും വിളിക്കും. എന്റെ മുത്തശ്ശിയോട് ബഹുമാനമില്ലാതെ പെരുമാറിയ നിന്നെ ഉൾക്കൊള്ളാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നെ നിങ്ങൾ കഷ്ടപ്പെട്ട് ഉൾക്കൊള്ളണ്ട മിസ്റ്റർ നവീൻ. നിങ്ങളോടൊപ്പം ജീവിക്കാനായി ഒരുപാട് കൊതിച്ചവളാ ഞാൻ. ഒരുപാട് സ്വപ്നം കണ്ടവളാ. പക്ഷെ നിങ്ങൾക്ക് വലുതേ എന്നോടുള്ള സ്നേഹമല്ല. ദാ ഈ നിൽക്കുന്ന ഇവര് പറഞ്ഞു തരുന്ന വൃത്തികെട്ട കാര്യങ്ങളാ. അതും കേട്ട് വിശ്വസിച്ചിട്ടാ നിങ്ങൾ എന്നെപ്പോ തല്ലിയത്. സ്വന്തം ഭാര്യയെ മനസ്സിലാക്കാത്ത ഒരാളുടെ കൂടെ, അവൾക്ക് വേണ്ടി സംസാരിക്കാത്ത ഒരുത്തന്റെ കൂടെ ഇനി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാം. എനിക്കിനി നശിച്ച കുടുംബം വേണ്ട. അങ്ങനെ ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ ഈ വീട്ടിലേക്ക് ഇനി തിരിച്ചു കയറില്ലാൻ തീരുമാനിച്ചിട്ട് പോയാ മതി. ഇതിനേക്കാളും വലിയ വീടേ എനിക്കുണ്ട്, സൗകര്യങ്ങളും ഉണ്ട്. അല്ലാതെ കളരിക്കൽ വീടിന്റെ വലിപ്പറിഞ്ഞിട്ട് ഒരു ദിവസം ഇവിടെ അന്തി ഉറങ്ങണമെന്ന് വിചാരിച്ച് വലിഞ്ഞു കയറി വന്നവളല്ല ഞാൻ. ഐ എം ഗാഥ ശ്രീനിവാസ്. താനൊക്കെ 10 ജന്മം ജനിച്ചാലും എന്റെ സ്റ്റാറ്റസിന്റെ ഒപ്പം എത്തില്ല മിസ്റ്റർ നന്ദഗോപാൽ. നവീൻ, ബൈ. ഗുഡ് ബൈ. മോളെ, മോളെ പോവല്ലേ? പോട്ടെ അമ്മേ, പോകുന്നവരൊന്നും തടയണ്ട. മോനെ നവീനെ, മുത്തശ്ശി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ. തലയിടിച്ച് വീണതാ. പോവാച്ചാ, നമുക്ക് പോവാം. മോനെ, അമ്മേ, എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കണ്ട. ജീവിതത്തെക്കുറിച്ച് എനിക്ക് പുതിയ പാഠങ്ങൾ പറഞ്ഞു തരാനും ശ്രമിക്കണ്ട. എല്ലാം ഇവിടെ അവസാനിച്ചു. എന്റെ ഈശ്വര.
സുനന്ദേ സുനന്ദേ ദേ സുനന്ദേച്ചി. ഇതെന്തു പറ്റി? വൈകിയല്ലോ ഒരുപാട്. കയ്യിലുള്ള ടിക്കറ്റ് തീർത്തേ നിർത്തുന്നു പറഞ്ഞ് ഞങ്ങൾ ഒറ്റ ഇറക്കം അങ്ങ് ഇറങ്ങി. പക്ഷേ സംഗതി എന്തായാലും ടിക്കറ്റ് ഒക്കെ തീർത്തു സുനന്ദേച്ചി. ഇപ്പൊ എന്താന്നറിയില്ല സുനന്ദേ. പണ്ടൊക്കെ കുറച്ച് ടിക്കറ്റ് വാങ്ങി കയ്യിൽ വെച്ചാ അത് ചെലവാകില്ല എന്നുള്ള ടെൻഷനാ. ഇപ്പൊ അതില്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ പെടുന്ന പാടൊക്കെ ശ്രീനിവാസ് സാറിന് വേണ്ടി ആയതുകൊണ്ടാ. അത്രയും നല്ലൊരു ലക്ഷ്യമാവുമ്പോ എന്തെങ്കിലും തളർച്ച തോന്നൂ. സുനന്ദേച്ചി പറഞ്ഞത് സത്യ. അല്ല അമ്മയുടെ ഇന്നുച്ചയ്ക്ക് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല മോളെ. ഞാൻ കുറെ നിർബന്ധിച്ചു. ക്ഷീണമൊന്നും പറഞ്ഞ് കേറി കിടന്നതാ സന്ധ്യയായപ്പോ. ഞാനിന്ന് പോയി ഒന്ന് നോക്കട്ടെ. സുനന്ദേ, തങ്കത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പിന്നെ ടെൻഷൻ ഉണ്ടാകാതിരിക്കൂ. പനിയുണ്ടോ? ഇല്ല. നിന്നോട് ആരാ പറഞ്ഞേ ഇപ്പൊ വന്നെന്റെ പനി നോക്കാൻ? അമ്മ നേരത്തെ കയറി കിടന്നു, ക്ഷീണാണെന്നൊക്കെ സുനന്ദേച്ചി പറഞ്ഞു. മനുഷ്യരായ ഇടയ്ക്കൊക്കെ ക്ഷീണം തോന്നില്ലേ? അതിപ്പോ നിനക്കും തോന്നില്ലേ? ഞാനിപ്പോ ഒന്ന് തൊട്ടു നോക്കിയതുകൊണ്ട് എന്താ കുഴപ്പം? ഒന്നും ഇല്ലെന്നറിഞ്ഞ അത്രയും സമാധാനായില്ലേ എനിക്ക്. എന്നാലേ ശരിക്കും എനിക്കൊന്നുമില്ല. ഇനി എന്താ, ഭക്ഷണം കഴിക്കണോ? അതും ആവാ. അപ്പൊ ഉച്ചയ്ക്ക് കഴിക്കാതിരുന്നത് ഞാൻ കൂടെ ഇല്ലാതിരുന്നോണ്ടാ? വേണ്ടായിരുന്നു. അല്ലെങ്കിൽ സുനന്ദയുടെ കൂട്ടത്തിരുന്ന് ഞാൻ കഴിക്കാറുള്ളതല്ലേ. ഒരു ദിവസം ഒരു നേരം കഴിച്ചില്ലാന്ന് വെച്ച് അതേ പിടിച്ച് ഒരുപാട് സംസാരിക്കാൻ നിക്കല്ലേ. അലിഞ്ഞു തിരിഞ്ഞ് നടന്നതല്ലേ. പോയി കുളിച്ചിട്ട് വാ. എന്നിട്ട് നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കാം. അപ്പം നിനക്ക് നോക്കാലോ ഞാൻ എന്തൊക്കെ കഴിക്കുന്നു, എത്ര കഴിക്കുന്നു എന്നൊക്കെ. ആ ഒരു നേരം പട്ടിണി കിടന്നാലോ സംസാരം നല്ല ഉഷാറാ. അല്ലാണ്ട് പറ്റുമോ? ഇല്ലെങ്കിൽ നീ എന്നെ പിടിച്ച് ആശുപത്രി കൊണ്ടുപോയില്ലേ? എന്നിട്ട് ആ ഡോക്ടർമാര് മനുഷ്യന് മനസ്സിലാകാത്ത കുറെ കാര്യങ്ങൾ അങ്ങ് പറയും. ആ അപ്പൊ ഡോക്ടർമാരെ പേടിയുണ്ട്. ഇനി അവരെയായിട്ട് എന്തിനാ പേടിക്കാതിരിക്കുന്നേ? ബാക്കി എല്ലാവരെയും പേടിക്കുന്നില്ലേ? അതെ, ഞങ്ങൾക്കിന്ന് നല്ല കച്ചവടം നടന്നു. ഞാനും ദുബായ് മാമനും ഒക്കെ അതിന്റെ ഒരു സന്തോഷത്തിലാ. ഞാനേ വേഗം കുളിച്ചിട്ട് വരാം.